യേശുവിന്റെ അമ്മയൊക്കെ വിശുദ്ധയാണ്. അവരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ഞങ്ങളാ. നമ്മളൊരാളെ ബഹുമാനിക്കുമ്പോൾ ഏറ്റവും വലിയ തെളിവ് ആ പേര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടുവെന്നുള്ളതാണ്. എത്ര പെന്തക്കോസ്തുകാർ പെൺപിള്ളേർക്ക് മറിയം എന്ന് പേരിടുന്നുണ്ട്. മുസ്ലിങ്ങളുടെ അത്രയും പോലും ഈ മാതാവിനെ പെന്തക്കോസ്തുകാർ ബഹുമാനിക്കുന്നില്ല. മറിയം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് ആട്ടാനും തുപ്പാനും ശാസിക്കാനുള്ള ഒരു പേരാണ്. ഭൂതമാണ് മറിയം എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. അതുകൊണ്ട് ടാസിനെ തെറ്റി പെന്തക്കോസ്തുകാർ മറിയത്തെ ബഹുമാനിക്കുന്നത് വട്ടപൂജ്യമാണ്. അവരൊട്ടും ബഹുമാനിക്കുന്നത്. പക്ഷേ മറിയത്തിന്റെ പേരിടുന്നില്ല. പഴയ നിയമത്തിലെ വേശ്യകളുടെ വരെ പേര് പെന്തക്കോസ്തുകാർ പെൺപിള്ളേർക്ക് ഇടും. ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കിയത് കത്തോലിക്കർ ഓർത്തഡോക്സുകാരാ. യേശുവിന്റെ അമ്മയെ ഒരു കച്ചവടം ആക്കി മാറ്റിയ കത്തോലിക്കൻ. കാരണം കത്തോലിക്ക തിയോളജിയിൽ കന്യകാമറിയത്തിന്റെ സ്ഥാനം ബിഗ് സീറോയാണ്. ഈ മാതാവിന് കൊടുക്കും തൊങ്ങലെല്ലാം വെച്ച് കൊടുത്തിട്ട് അത്ഭുത പ്രവർത്തകയായ മാതാവിനെ അവതരിപ്പിക്കും. ഇപ്പൊ കൃപാസന മാതാവ്, അങ്ങനത്തെ മാതാവ്, കുരുക്കഴിക്കുന്ന മാതാവ്, കത്തോലിക്കർ പരസ്യപ്പെടുത്തുന്ന കുരുക്കഴിക്കുന്ന മാതാവ്, ബിസിനസിന്റെ തകർച്ച മാറ്റുന്ന മാതാവ്, ഇങ്ങനെയുള്ള പലതരം മാതാവുകളെ അവതരിപ്പിച്ചത് മാതാവിനെ നാറ്റിച്ചത് ആരാണ്? കത്തോലിക്കനാണെന്നുള്ളതിൽ തർക്കമില്ല. യേശുവിനെ നാറ്റിച്ചത് പെന്തക്കോസ്തുകാരും. യാക്കോബായക്കാർ പറയുന്ന ഈ ചെറിയ ആട്ടിൻകൂട്ടം മാത്രമേ ഇത് വിശ്വസിക്കുന്നുള്ളൂ. ദൈവം ഉയർത്തു മഹത്വത്തോടെ ദാമിനെയും തൻ ദൈവമാണ് മരിച്ചവരിൽ ഉയർത്തുന്ന നിത്യതയിൽ പ്രഖ്യാപിക്കുന്ന ഏത് സഭയുണ്ട്? ഓൺലി വൺ ചർച്ച്. അത് യാക്കോബായ സുറിയാനി സഭയാണ്. ദൈവമാണ് ജനിച്ചതെന്ന്, ദൈവത്തെ പെറ്റൊരു മാതാവേ, ദൈവത്തെ പെറ്റതാണ് അമ്മ എന്ന് പറയുന്ന വേറെ ആരും പറയുമോ? അപ്പൊ മറിയം പ്രസവിച്ച ദൈവത്തെയാണ്, മുട്ടിമേൽ ലാളിച്ച ദൈവത്തെയാണ്, മുലപ്പാൽ ഊട്ടിയ ദൈവത്തെയാണ്, നസറേത്തിലൂടെ നടന്നത് ദൈവമാണ്, കുരിശിൽ മരിച്ച ദൈവമാണ്, ദൈവം മരിച്ചു എന്ന് നിത്യതയിൽ എഴുതി വെച്ചിരിക്കുകയാണ് യാക്കോബായ സഭ. യേശു ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നെഞ്ച് നിവർത്തി നിന്ന് പറയാൻ കെൽപ്പുള്ള ഏതെങ്കിലും പെന്തക്കോസ്തുകാരനുണ്ടോ? യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ ഈ പറഞ്ഞ ടാർസൻ ഭാഷയ്ക്ക് കൽപ്പുണ്ടോ? ടാർസനെ നിനക്ക് പറയാൻ പറ്റും ആരാ യേശു എന്ന്? നീ വിട്ടിട്ട് പോയ ഓർത്തഡോക്സ് സഭയുടെ ലിറ്ററേച്ചറിൽ മാത്രമേ ഉള്ളൂ ടാർസ ഉത്തരം. അതുകൊണ്ട് ടാർസൻ കറങ്ങി തിരിഞ്ഞ് അവിടെ വരും. യു ആർ ട്രൂത്ത്ഫുൾ, ഇഫ് യു ആർ എ ട്രൂ സീക്കർ, നിങ്ങൾക്ക് എവിടെ വരാൻ പറ്റത്തുള്ളൂ? ഓർത്തഡോക്സിൽ എത്തിയെങ്കിലേ നിന്റെ ആത്മാവിന് സ്വസ്ഥതയും വിശ്രമം കിട്ടുള്ളൂ. പെന്തക്കോസ്ത് കാപട്യത്തിലൊന്നും നിനക്ക് റിസോർട്ട് കണ്ടെത്താൻ പറ്റില്ല. ടാർസൻ തിരിച്ച് ഓർത്തഡോക്സ് വിശ്വാസി പറഞ്ഞു. യേശുവിന്റെ അമ്മയെ വൃത്തികേടാക്കിയത് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും ആണ് എന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വാദം. പുള്ളി പറഞ്ഞേക്കുന്ന വാചകം അതാണ്: യേശുവിന്റെ അമ്മയെ വൃത്തികേടാക്കിയത് കത്തോലിക്കരും ഓർത്തഡോക്സുകാരും എന്ന് പറഞ്ഞാൽ സുറിയാനി സഭക്കാരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം. അത് ഒരു പരിധി വരെ ശരിയാണ് അദ്ദേഹം പറഞ്ഞു. ഈ ടാർസൻ പറഞ്ഞത് ഈ യേശുവിന്റെ അമ്മയെ ഒരു കച്ചവടം ആക്കി മാറ്റിയ കത്തോലിക്കൻ. കാരണം കത്തോലിക്ക തിയോളജിയിൽ കന്യകാമറിയത്തിന്റെ സ്ഥാനം ബിഗ് സീറോയാണ്. കത്തോലിക്ക തിയോളജിയിൽ മധ്യകാലഘട്ടത്തിന് ശേഷം അവര് ഈ മരിയഭക്തി എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ടാക്കുക. അവരുടെ മെയിൻ തിയോളജിയിലോ മുഖ്യ ആരാധനാക്രമത്തിലോ കന്യകാമറിയം ഇല്ല. കത്തോലിക്കരുടെ കുർബാന കന്യകാമറിയം ഇല്ല. കത്തോലിക്കരുടെ ലിറ്റർജിയിൽ മറിയമില്ല. പാരാ ലിറ്റർജി ഉണ്ടാക്കിയില്ല. ആ പാരാ ലിറ്റർജി നമസ്കാരമൊക്കെ പാരാ ലിറ്റർജിയിലാണ് മറിയത്തെ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ചിന്ന വീട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖ്യമായ ആരാധനയിലും ദൈവശാസ്ത്രത്തിലും കന്യാമറിയത്തിന് സ്ഥാനമില്ല. കാരണം യേശുക്രിസ്തു നിജ സ്വഭാവമാണെന്നും അവന്റെ മനുഷ്യ സ്വഭാവത്തിന്റെ മാതാവാണ് മറിയോന്നും. അതുകൊണ്ടാണ് ലബാനോനിൽ കഴിഞ്ഞ മാസം പ്രസംഗിച്ചപ്പോൾ കത്തോലിക്ക സഭയുടെ പോപ്പ് മദർ ഓഫ് ജീസസ് എന്ന് പറഞ്ഞു. മദർ ഓഫ് ഗോഡ് എന്നല്ല. മുസ്ലിങ്ങൾ കൈയടിച്ചു. കാരണം മുസ്ലിങ്ങൾക്കും മദർ ഓഫ് ഈസായാണ്, പ്രശ്നമില്ല. പക്ഷെ സുറിയാനി സഭക്കാരാണ് മദർ ഓഫ് ഗോഡ്. ഒരു കോംപ്രമൈസും ഇല്ല. തിയോട്ടോക്കോസ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് സേവോറിയസ് പാട്രിക്കീസ് ആണ്. അപ്പൊ സുറിയാനി സഭയുടെ മാതാവാണ്. ഈ സുറിയാനി സഭയുടെ പേട്രൺ സെയിന്റ് മേരിയാണ്. കത്തോലിക്ക സഭയുടെ സെയിന്റ് ജോസഫ് ആണ്. ജോസഫ് പിതാവെന്നാണ്. ഈശോ മറിയ ഔസേപ്പ് എന്നാണ്. യേശു ജോസഫിന്റെ മേരിയുടെ മോനാണ് യഥാർത്ഥത്തിൽ കത്തോലിക്ക വിശ്വസിക്കുന്നത്. അല്ലാതെ കന്യകാജനോ ദിവ്യഗർഭമൊന്നും അവരെടുക്കുന്നില്ല. അതുകൊണ്ടാണ് കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ഏറ്റവും പ്രൊമിനന്റ് തിയോളജിയനായിരിക്കുന്ന പാംപ്ലാനി, അഗസ്റ്റിൻ പാംപ്ലാനി എന്ന അച്ഛൻ പറഞ്ഞത് കന്യകാജനം ഇല്ലെങ്കിലും കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ ഒരു ചുക്കും സംഭവിക്കില്ല. കാരണം കത്തോലിക്ക ദൈവശാസ്ത്രത്തിലോ അവരുടെ വിശ്വാസ ജീവിതത്തിലോ അവരുടെ ആരാധനാ പാരമ്പര്യത്തിലോ മറിയത്തിന് ഒരു പ്രാധാന്യമില്ല. ഇത് ഞാൻ ആരോപിക്കുന്നതല്ല. കത്തോലിക്കരുടെ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രൊമിനന്റ് തിയോളജിയൻ അഗസ്റ്റിൻ പാംപ്ലാനി പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തം വാചകത്തിൽ പറയുന്ന ഓഡിയോ എന്റെ ലൈവിൽ ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ തെളിവായിട്ട് കിടപ്പുണ്ട്. അപ്പൊ അതുകൊണ്ട് അഗസ്റ്റിൻ പാംപ്ലാനി എന്ന അച്ഛൻ ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുള്ള കത്തോലിക്കരുടെ തിയോളജിയിൽ മാതാവില്ല. പിന്നെ എന്ത് ചെയ്തു? അവർ കച്ചവടമാക്കി മാതാവിനെ. അതിനും അവിടെ ആ മാതാവ് ആരോഗ്യ മാതാവ്, വ്യാകുല മാതാവ്, കുരുക്കഴിക്കുന്ന മാതാവ്, കെട്ടുപൊട്ടിക്കുന്ന മാതാവ്, കള്ളുകൂടി മാറ്റുന്ന മാതാവ്, സാരി ഉടുക്കുന്ന മാതാവ്, തലയിൽ അങ്ങനെയുള്ള 100 മാതാവിനെ അവതരിപ്പിച്ച് ഈ നിൽക്കുന്ന മാതാവുകളിലൊന്നും കയ്യിൽ ശിശുവില്ല. സുറിയാനി സഭയുടെ വിശ്വാസത്തിൽ ഉണ്ണിയേശുവിനെ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന മാതാവ്. കാരണം ശിശുവിൽ നിന്ന് വേറിട്ട് മാതാവിനെ സഭ കാണുന്നില്ല. കാരണം ആ ശിശു നിമിത്തമാണ് അമ്മയ്ക്ക്. ഈ ശിശുവിനെ പ്രസവിച്ച അമ്മ എന്നുള്ളതാണ്. അതായത് ഈ ദൈവപുത്രനെ പ്രസവിച്ചതുകൊണ്ടാണ് മറിയത്തിന്റെ പ്രാധാന്യം. അപ്പൊ ദൈവപുത്രനിലൂടെയാണ് മറിയത്തെ ആര് കാണുന്നത്? സുറിയാനി സഭ കാണുന്നത്. പക്ഷേ കത്തോലിക്കയുടെ മാതാവ് 2 കൈയും വിട്ട് നിൽക്കുന്ന മാതാവ്, 2 കൈ നീട്ടി ഇങ്ങനെ അനുഗ്രഹിക്കുക. അങ്ങനെയൊക്കെ അതാണ് ഈ മാതാവിനെ അഴുക്കാക്കിയത് ഇവരാണെന്നുള്ളത് കത്തോലിക്കരാണെന്നുള്ളത് വളരെ കൃത്യമാണ്. അത് ചൂട് പിടിച്ച് ഓർത്തഡോക്സുകാരും യാക്കോബായക്കാരും ഒക്കെ ഈ നെഞ്ചത്ത് മാങ്ങാ തൂക്കിയ മാതാവ്, ഇതെല്ലാം കത്തോലിക്ക മാതാവ്. ചോർത്തടിക്കുന്ന യേശു കണ്ടിട്ടില്ലേ? ചോർത്തിരിക്കുന്ന യേശു. ഇതെല്ലാം ഈ കാത്തലിക് ഓർത്തഡോക്സുകാരും വഷളാക്കി എന്നുള്ളത് ടാർസൻ പാസ്റ്റർ പറഞ്ഞ കറക്റ്റ് ആണ്. നമുക്ക് ടാർസനെ ഞാൻ കുറ്റം പറഞ്ഞില്ല. അത് ശരിയാന്നുള്ള എന്റെ അഭിപ്രായം. പിന്നെ ടാർസൻ അത് പറഞ്ഞു, അത് ശരിയല്ലേ? കൃത്യമായ രീതിയിൽ ഇപ്പം സുറിയാനി സഭയുടെ ആരാധനാക്രമത്തിൽ മാതാവുണ്ട്. ആ മാതാവ് ഇങ്ങനെ സർവാഭരണ വിഭൂഷിതയായിട്ട് നിൽക്കുന്ന ഒരു മാതാവൊന്നുമല്ല. സാധാരണ ഇടയ സ്ത്രീയായിട്ട് ദൈവപുത്രന് ജന്മം നൽകിയ മഹാഭാഗ്യവതിയായിട്ട് നിത്യകന്യകയായിട്ട് സുറിയാനി സഭയുടെ പിതാക്കന്മാർ എഴുതിയിട്ടുണ്ട്. അവരുടെ ആരാധനാക്രമത്തിലുണ്ട്. അത് കൃത്യമായിട്ടുണ്ട്. അല്ലാതെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇത് സഭേതരമായിട്ട് ലിറ്റർജിക്കൽ അല്ലാതെ എക്സ്ട്രാ ലിറ്റർജിക്കൽ അല്ലെങ്കിൽ പാരാ ലിറ്റർജിക്കലായിട്ട് ഈ മാതാവിന് കൊടുക്കും തൊങ്ങലും എല്ലാം വെച്ച് കൊടുത്തിട്ട് അത്ഭുത പ്രവർത്തകയായ മാതാവിനെ അവതരിപ്പിക്കും. ഇപ്പൊ കൃപാസന മാതാവ്, അങ്ങനത്തെ മാതാവ്, കുരുക്കഴിക്കുന്ന മാതാവ്, കത്തോലിക്കർ പരസ്യം കൊടുക്കുന്ന കുരുക്കഴിക്കുന്ന മാതാവ്, ബിസിനസിന്റെ തകർച്ച മാറ്റുന്ന മാതാവ്, ഇങ്ങനെയുള്ള പലതരം മാതാവുകളെ അവതരിപ്പിച്ചത് മാതാവിനെ നാറ്റിച്ചത് ആരാണ്?
കത്തോലിക്കനാണെന്നുള്ളതിൽ തർക്കമില്ല. യേശുവിനെ നടിച്ച് പെന്തക്കോസ്തുകാർ. കാരണം യേശു എന്തെല്ലാം ചെയ്യുന്ന പെന്തക്കോസ്തുകാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതുവല്ല യേശു ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ കടഭാരം മാറ്റും, മറ്റോ മാറ്റും, മറിച്ച്. അപ്പൊ ഇത് രണ്ടു കൂട്ടരും വാണിജ്യമാണ്. കത്തോലിക്കർ മാതാവിനെ വിറ്റു, പെന്തക്കോസ്തുകാർ യേശുവിനെ വിറ്റു. അപ്പം ടാർസൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ ടാർസൻ നിൽക്കുന്ന കൂട്ടരും വലിയ കുറ്റവാളികൾ തന്നെയാണ്. അല്ല, ടാർസൻ പാസ്റ്റർ എന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞല്ല, പുള്ളി ഒരു ഓളത്തിനങ്ങ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതൊന്നല്ല, പുള്ളി നല്ല ബോധത്തിൽ തന്നെ പറഞ്ഞു. പുള്ളി ഓളത്തിൽ അല്ലല്ല, പറഞ്ഞു. പുള്ളി പറഞ്ഞ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പക്ഷേ യാക്കോബായക്കാര് എങ്ങനെയാണ് മാതാവിനെ കാണുന്നത് എന്നുള്ളത് പുള്ളിക്ക് അറിയില്ല. അപ്പൊ അറിയില്ല. അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഈ മാതാവിനെ വൃത്തികേടാക്കി എന്ന് പറയുമ്പോൾ അത് പറഞ്ഞല്ലോ. പക്ഷെ ഈ യാക്കോബായക്കാര് മാതാവിനെ എങ്ങനെ കാണുന്നു എന്നും കൂടെ ഒന്ന് പറഞ്ഞേ. യാക്കോബായക്കാർ മാതാവിനെ കാണുന്നത് ദൈവപുത്രനെ പ്രസവിച്ചു. അതായത് ഈ കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ചത് ദൈവമാണെന്നാണ് യാക്കോബായ സഭയുടെ വിശ്വാസം. കന്യകാമറിയത്തിന്റെ ഉദരത്തിൽ വചനം ഉരുവാകുമ്പോൾ അത് ദൈവമാണ്. അപ്പൊ ദൈവത്തെയാണ് അവൾ പ്രസവിച്ചത്. ദൈവത്തെ മടിയിൽ താലോലിച്ചു, ദൈവത്തിന് മുലപ്പാൽ കൂട്ടി വളർത്തി. ഇതാണ് യാക്കോബായ സഭ വിശ്വസിച്ചത്. ഇത് ലോകത്ത് യാക്കോബായ സഭ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നത് ഈ ക്രിസ്റ്റോടോക്കോസ് എന്നും ആന്ത്രോപോടോക്കോസ് എന്നാണ്, തിയോടോക്കോസ് എന്നല്ല. കാരണം ദൈവപുത്രൻ എന്ന് രണ്ട് രീതിയിൽ എടുക്കാം. ഉദാഹരണം ഞാൻ പറഞ്ഞ നരേന്ദ്രമോദിയുടെ അമ്മയെ പ്രധാനമന്ത്രിയുടെ അമ്മയെന്ന് വിളിക്കാം. പക്ഷെ സത്യത്തിൽ അവർ ആലങ്കാരിക സ്ഥാനമാണ്. കാരണം അവർ പ്രസവിച്ച പ്രധാനമന്ത്രിയാണോ? അല്ല. അവർ പ്രസവിച്ച മകൻ പിന്നെ എന്തായി തീർന്നു? പ്രധാനമന്ത്രിയായി തീർന്നു. അപ്പൊ അതുകൊണ്ട് വേണമെങ്കിൽ എന്ത് വിളിക്കാം? പ്രധാനമന്ത്രിയുടെ അമ്മയെന്ന് വിളിക്കാമെന്നേ ഉള്ളൂ. സത്യത്തിൽ അവർ പ്രധാനമന്ത്രിയുടെ അമ്മയല്ല, അവർ പ്രസവിച്ച മകൻ. അതുപോലെ യേശുക്രിസ്തു ദൈവമായതുകൊണ്ട് പിന്നീട് നമ്മൾ ആലങ്കാരികമായിട്ട് കന്യകാമറിയത്തിന് എന്ത് ചെയ്യുന്നു? ദൈവമാതാവെന്ന് വിളിക്കുന്നു. ഇത് യാക്കോബായ സഭ എഗ്രി ചെയ്യത്തില്ല. യാക്കോബായ സഭയുടെ വിശ്വാസത്തിൽ അവൾ പ്രസവിച്ചത് ദൈവത്തെയാണ്. അവൾ പ്രസവിച്ച ശിശു പിന്നെ ദൈവമായി എന്നല്ല. അതാണ് ഈ കത്തോലിക്കരും ഒക്കെ വിശ്വസിക്കുന്നത്. പെന്തക്കോസ്തുകാരും അത് വേണേ എഗ്രി ചെയ്യും. പിന്നെ ബന്ധം ക്രിസ്തു ആയെന്ന് പറയുന്നത്, അവൻ അഭിഷിക്തനായതുകൊണ്ട് ക്രിസ്റ്റോടോക്കോസ്, മശിഹ മാതാവ് എന്ന് ചർച്ച് ഓഫ് ദ ഈസ്റ്റ് വിളിക്കും. അതാണ് കേരളത്തിൽ സീറോ മലബാറുകാർ ഫോളോ ചെയ്യുന്ന ലിറ്റർജി കത്തോലിക്കരുടെ. ആന്ത്രോപോടോക്കോസ്, മനുഷ്യന്റെ അമ്മ, അല്ല യേശുവിന്റെ അമ്മ. അതാണ് കത്തോലിക്കരുടെ പോപ്പ് ലെബാനോനിൽ പ്രസംഗിച്ചത്, മദർ ഓഫ് ജീസസ്. ഇപ്പൊ മദർ ഓഫ് ജീസസ് എന്നോ മദർ ഓഫ് ക്രൈസ്റ്റ് എന്നോ വിളിക്കുന്നത് അത് ഡിസ്കൗണ്ട് ചെയ്ത് ചില സമയത്ത് ഒരു ആലങ്കാരികമായിട്ട് മദർ ഓഫ് ഗോഡ് എന്ന് പറഞ്ഞേക്കാം. പക്ഷെ അർത്ഥപൂർണമായിട്ട് കൃത്യമായിട്ട് മറിയം ദൈവത്തെ പ്രസവിച്ചു. അപ്പൊ ജനിച്ചത് ദൈവമാണ്, കുരിശിൽ മരിച്ചത് ദൈവമാണ്, അടക്കപ്പെട്ടത് ദൈവമാണ്, ഉയർത്തെഴുന്നേറ്റത് ദൈവമാണെന്ന് ലിറ്റർജിയിൽ എഴുതി വെച്ച് ഡിക്ലെയർ ചെയ്യുന്ന യാക്കോബായക്കാർ മാത്രമേ ഉള്ളൂ. ദൈവം പിറന്നു, ദൈവം കുരിശിൽ മരിച്ചു. ഈ പറഞ്ഞ പെന്തക്കോസ്തുകാർ ഇടറിപ്പോകും. യേശു എന്ന് നാഴികയ്ക്ക് 40 വട്ടം വഴിയെ നടന്ന് പറയുന്ന പെന്തക്കോസ്തുകാരോട് ചോദിച്ചാൽ അവനും ഇടറിപ്പോകും. എങ്കിൽ ഇടറിപ്പോകാത്തവർ ഭാഗ്യവാന്മാർ. ഈ ഇടറിപ്പോകാത്തത് ആര്? യാക്കോബായക്കാർ മാത്രമേ ഉള്ളൂ. അത് ചെറിയൊരു കൂട്ടമാണ്. അതുകൊണ്ടാണ് ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ എന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഈ യാക്കോബായ സഭയെ ഉദ്ദേശിച്ച യാക്കോബായക്കാരെന്ന് പറയുന്ന ഈ ചെറിയ ആട്ടിൻകൂട്ടം മാത്രമേ ഇത് വിശ്വസിക്കുന്നുള്ളൂ. ദൈവം ഉയർത്തു മഹത്വത്തോടാ ദാവിനെയും തൻ ദൈവമാണി മരിച്ചവരെന്ന് ഉയർത്തുന്ന ലിറ്റർജിയിൽ പ്രഖ്യാപിക്കുന്ന ഏത് സഭയുണ്ട്? ഓൺലി വൺ ചർച്ച്. അത് യാക്കോബായ സുറിയാനി സഭയാണ്. ദൈവമാണ് ജനിച്ചതെന്ന്, ദൈവത്തെ പെറ്റൊരു മാതാവേ, ദൈവത്തെ പെറ്റതാണ് ഈ അമ്മ എന്ന് പറയുന്ന വേറെ ആരും പറയുമോ? അപ്പൊ മറിയം പ്രസവിച്ചത് ദൈവത്തെയാണ്, മുട്ടിന്മേൽ ലാളിച്ചത് ദൈവത്തെയാണ്, മുലപ്പാൽ ഊട്ടിയത് ദൈവത്തെയാണ്, നസ്രയത്തിലൂടെ നടന്നത് ദൈവമാണ്, കുരിശിൽ മരിച്ചത് ദൈവമാണ്, ദൈവം മരിച്ചു എന്ന് ലിറ്റർജിയിൽ എഴുതി വെച്ചിരിക്കുകയാണ് യാക്കോബായ സഭ. ഇതുപോലെ കൃത്യമായിട്ട് പറയുന്നത് അതാണ് യേശു പറഞ്ഞ എങ്കൽ ഇടറിപ്പോകാത്തവർ. ബാക്കിയുള്ളവരൊക്കെ യേശുവിന്റെ അടുത്ത് വരുമ്പോൾ ഇടറിപ്പോകും. യേശു ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നെഞ്ച് നിവർത്തി നിന്ന് പറയാൻ കെൽപ്പുള്ള ഏതെങ്കിലും പെന്തക്കോസ്തുകാരനുണ്ടോ? യേശുവിനെ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ ടാർസൻ പാസ്റ്റർക്ക് കെൽപ്പുണ്ടോ? ടാർസനെ നിനക്ക് പറയാൻ പറ്റൂ ആരാ യേശു എന്ന്? നീ വിട്ടിട്ട് പോയ ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജിയിൽ മാത്രമേ ഉള്ളൂ ടാർസ ഉത്തരം. അതുകൊണ്ട് ടാർസൻ കറങ്ങിത്തിരിഞ്ഞ് അവിടെ വരും. You are truthful and if you are a true seeker, നിങ്ങൾക്ക് എവിടെ വരാൻ പറ്റത്തുള്ളൂ? ഓർത്തഡോക്സിൽ എത്തിയെങ്കിലേ നിന്റെ ആത്മാവിന് സ്വസ്ഥതയും വിശ്രമവും കിട്ടുള്ളൂ. പെന്തക്കോസ് കാപട്യത്തിലൊന്നും നിനക്ക് റിസോർട്ട് കണ്ടെത്താൻ പറ്റില്ല ടാർസൻ തിരിച്ച് ഓർത്തഡോക്സ് വിശ്വാസി വരണം. അടുത്തത് അദ്ദേഹത്തിന്റെ വാദഗതി യേശുവിന്റെ അമ്മയെ ഏറ്റവും അധികം ബഹുമാനിക്കുന്നവർ പെന്തക്കോസ്തുകാരാണെന്നാണ്. യേശുവിന്റെ നമ്മൾ ഒരാളെ ബഹുമാനിക്കുമ്പോൾ ഏറ്റവും വലിയ തെളിവ് ആ പേര് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടുക എന്നുള്ളതാണ്. ഇപ്പം ഈ മെസ്സി എന്ന് പേരിടുന്ന എത്ര പേരുണ്ടെന്ന് അറിയോ? കണ്ണൂർ ഭാഗത്തൊക്കെ ഒത്തിരി പിള്ളേർക്ക് മെസ്സി എന്ന് പേരുണ്ട്, കാരണം മെസ്സിയോടുള്ള. അതുപോലെ മറഡോണ എന്ന് പേരിട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരുടെ ലെനിൻ എന്നും മാർച്ച് എന്നൊക്കെ പിള്ളേർക്ക് പേരിട്ടിട്ടുണ്ട്. കന്യകാമറിയത്തിന്റെ പേര് എത്ര പെന്തക്കോസ്തുകാർ പെൺപിള്ളേർക്ക് മറിയം എന്ന് പേരിടുന്നുണ്ട്? എത്ര പെൺകുട്ടികൾ പെന്തക്കോസിൽ മറിയം എന്ന് പേരുള്ള പെൺകുട്ടികളുണ്ട്? ഇല്ല. യാക്കോബായ സഭയിലെ ഇഷ്ടംപോലെ മറിയമുണ്ട്. ഈവൻ മുസ്ലിങ്ങൾ പോലും മറിയം എന്ന പേര്, മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതലുള്ള ഫീമെയിൽ നെയിം ഏതെന്ന് വെച്ചാൽ മറിയമാണ്. നമ്മൾ ഗൾഫിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു ക്ലിനിക്കിൽ പോയി മറിയം എന്ന് വിളിച്ചു കഴിഞ്ഞാൽ 10 പേര് എഴുന്നേക്കും. അപ്പൊ മുസ്ലിങ്ങളുടെ അത്രയും പോലും
ഈ മാതാവിനെ പെന്തക്കോസ്തുകാർ ബഹുമാനിക്കുന്നില്ല. മറിയം എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാർക്ക് ആട്ടാനും തുപ്പാനും ശാസിക്കാനും ഉള്ള ഒരു പേരാണ്. ഭൂതമാണ് മറിയം എന്നാണ് പെന്തക്കോസ്തുകാർ പറയുന്നത്. അതുകൊണ്ട് ടാർസന് തെറ്റി. പെന്തക്കോസ്തുകാർ മറിയത്തെ ബഹുമാനിക്കുന്നത് വട്ടപൂജ്യമാണ്. അവരൊട്ടും ബഹുമാനിക്കുന്നില്ല. ടാർസനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ ആ പേര് നിങ്ങളുടെ പിള്ളേർക്ക് കൊല്ലം ഇടുന്നുണ്ടോ എന്ന് ടാർസൻ നോക്ക്. ടാർസൻ ആദ്യം ഒന്ന് ചിന്തിക്കും, നല്ലപോലെ ഒന്ന് തണുത്ത വെള്ളത്തിൽ തല കഴുകിയിട്ട് ടാർസൻ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. ഞാൻ മറിയത്തെ കുറിച്ച് ഒരു പ്രസംഗം ഒരു പെന്തക്കോസ് പാസ്റ്റർമാരും പ്രസംഗിക്കുന്നു കേട്ടിട്ടില്ല. കൺവെൻഷനിലോ അല്ല, അത് കൂട്ടായ്മയിലോ വേറൊരു കാര്യമുണ്ട് പാസ്റ്ററെ. മറിയത്തിന്റെ പേരിടുന്നില്ല. പഴയ നിയമത്തിലെ വേശ്യകളുടെ വരെ പേര് പെന്തക്കോസ്തുകാർ പെൺപിള്ളേർക്ക് ഇടും. നമ്മുടെ നാടൻ ഭാഷ പടക്കങ്ങൾ എന്ന് പറയുമല്ലോ. പഴയ നിയമത്തിലെ പടക്കങ്ങളുടെ പേര് പെന്തക്കോസ്തുകാർ പെൺപിള്ളേർക്ക് ഇടുന്നുണ്ട്. ഏത് പേരാണെന്ന് കൂടെ പറയണേ. റാഹാബ്, ലേയ, പിന്നെ റബേക്ക, രൂത്ത്, എസ്തേർ. എസ്തേർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ? എസ്തേർ എന്നൊക്കെ പറഞ്ഞാൽ ഗ്ലോറിഫൈഡ് പ്രോസ്റ്റിറ്റ്യൂട്ട് അല്ലായിരുന്നു, അല്ലാതെ എന്തുവാ എലീറ്റ് ക്ലാസ് നക്ഷത്ര വേശ്യ അല്ലാതെ. അല്ല, അത് വിവരിക്കേണ്ടി വരും. അത് വിവരിക്കേണ്ടി വരും. ഞാൻ രാജാവിന്റെ അരമനയിലോട്ട് ചോദിക്കാതെ ചെന്നു. ഞാൻ ചോദിക്കട്ടെ, ഒരു കിളവൻ, ധനികനായ കിളവന്റെ കാലിനടി കൂടെ പുതപ്പിനത് കയറി അവള് പിറ്റേ ദിവസം പൈസക്കാരിയായി മാറി. അവൾ എന്തോ അവിടെ പോയി ചെയ്ത് രൂത്ത്. ഈ രൂത്ത് ധനികരായ വൃദ്ധരുടെ പുതപ്പിനടി കയറാൻ പറ്റുമെങ്കിൽ ഇന്നും ദൈവം അത്ഭുതം ചെയ്യുന്നു. അതിന് തയ്യാറുള്ളവരെ. രൂത്തിന് അനുഗ്രഹിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥം വല്ലതും ഉണ്ട്? പെന്തക്കോസ്തുകാരുടെ ഏറ്റവും വലിയ അനുഗ്രഹം രൂത്തിന്റെ അനുഗ്രഹം. രൂത്ത് എന്നാ ചെയ്തേ? ഒരു വലിയ കോടീശ്വരൻ കിളവൻ കിടക്കുന്നിടത്ത് രാത്രി ചെന്ന് കാൽഭാഗത്തെ പുതപ്പൊക്കെ അതിനകത്തൂടെ കയറിയെന്ന ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു. അവർക്ക് ഒരുപാട് സ്വത്തുണ്ടായി. പെൺപിള്ളേര് പിന്നെ കിളവന്മാരുടെ കാലിന് പുതപ്പൊക്കെ കയറി കിടക്കാൻ ഇന്നും പൈസ ഉണ്ടാവും. അതിന് പ്രത്യേകിച്ച് ദൈവത്തിന്റെ അത്ഭുതമൊന്നും ആവശ്യമില്ല. നാണം ഉണ്ടാവും. രൂത്ത് എന്ന് പേരിട്ടുണ്ട് നടക്കാൻ പെൺപിള്ളേർക്ക്. പെന്തക്കോസ്തിലെ പെൺപിള്ളേർക്ക് ഇടുന്ന പേരാ രൂത്ത്. ഇല്ലേ? രൂത്ത് എന്ന് പേരില്ലേ? മറിയം പേരിടുവോ? ചോദ്യത്തിന് ഉത്തരം പറ മാസ്റ്ററെ. മറിയെന്ന് ആർക്കും പേര് പെന്തക്കോസ്ത് ഞാൻ കണ്ടിട്ടില്ല. രൂത്ത് ഉണ്ടോ ഇല്ലയോ? അത് പറ. രൂത്ത് ഉണ്ടോ ഇല്ലയോ? രൂത്തുണ്ട്. ബില്ലി ഗ്രഹാമിന്റെ ഭാര്യയുടെ പേര് രൂത്ത് എന്നല്ലായിരുന്നു? രൂത്ത് ഗ്രഹാം. അപ്പൊ ലേയ റിബേക്കയുടെ കാര്യം പറഞ്ഞതോ? എല്ലാം കണക്കാന്നേ. ഇതിപ്പോ ഞാൻ ഒരു ഉദാഹരണം തന്നില്ലേ. രൂത്തിന്റെ പരിപാടി എസ്തേറിന്റെ പരിപാടി എന്തായിരുന്നു? എസ്തേർ പെന്തക്കോസ്തുകാർക്ക് ഇഷ്ടപ്പെട്ട പേരാണല്ലോ. എസ്തേർ എന്താ പരിപാടി ചെയ്തത്? എസ്തേർ രാജാവിന്റെ വെപ്പാട്ടികളിൽ ഒരുത്തിയല്ലായിരുന്നോ? ഹാരത്തിൽ കിടക്കല്ലായിരുന്നോ? ആയിരക്കണക്കിന് പെമ്പിള്ളാരെ വിളിച്ച് ഹാരത്തിലിട്ടിരിക്കുക. ആരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ ലൈംഗിക ഉപകരണങ്ങളാണ്. അപ്പൊ അതിൽപ്പെട്ട ഒരാളല്ലായിരുന്നു എസ്തേർ, അല്ലേ? ഈ പേരുകളൊക്കെ അല്ലേ പെന്തക്കോസ്തുകാർ ഇടുന്നേ? ടാർസൻ പാസ്റ്ററെ, താൻ ആദ്യം ചിന്തിക്ക്. പെന്തക്കോസ്തുകാർ ഒരിക്കലും മറിയത്തെ ബഹുമാനിക്കുന്നില്ല കേട്ടോ. ടാർസനോട് എനിക്ക് സ്നേഹമേ ഉള്ളൂ. കാരണം ഇറ്റ്സ് ഓൺലി എ മാറ്റർ ഓഫ് ടൈം. താങ്കൾ തിരിച്ച് എന്റെ കൂടെ വരും, നമ്മൾ ഒരുമിച്ച് വിശുദ്ധ കുർബാനയൊക്കെ പങ്കെടുക്കേണ്ടത്. അതുകൊണ്ട് ടാർസൻ ഇനി പോരെ. ടാർസനോട് എനിക്ക്, അതുകൊണ്ട് ഞാൻ ടാർസനെ ആക്രമിക്കാത്ത ഞങ്ങളുടെ പോരാനുള്ള ആളാണ്. അതുകൊണ്ട് മനസ്സിലായോ? നമ്മുടെ സ്വന്തം ആളാണ്. അപ്പോൾ ഇപ്പോ ഇത് വലിയൊരു സംഭവമായി പോയി. മറിയം എന്നുള്ള പേര് അല്ല, വേറെ കാര്യമുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഗൾഫിലുള്ള 2-3 ന്യൂസൊക്കെ കേട്ടപ്പോഴേ ചില ഗൾഫിലെ ഭരണാധികാരികളുടെ മക്കളുടെ പേര് മറിയം എന്നാ. അതൊരു കറക്റ്റ് കാര്യമാണ്. പാസ്റ്റർ പറഞ്ഞാൽ അത് കറക്റ്റാ. കാരണം മറിയം എന്ന് പേരിടുന്നത് മുസ്ലിങ്ങൾ ഒരുപാട് പിള്ളേർക്ക് മറിയം എന്ന് പേരുണ്ട്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ മറിയം. മുസ്ലിങ്ങളുടെ ഇടയിലെ ദ മോസ്റ്റ് റിക്കറിംഗ് ഫീമെയിൽ നെയിം എമംഗ് മുസ്ലിംസ്, ദാറ്റ് ഈസ് മറിയം. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ മറിയം എന്ന പേരിടുന്നത്. അത് ശരിയാ. ഞാൻ ഈ പറഞ്ഞു പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് മറിയത്തെ ബഹുമാനിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ ഇന്നുവരെ 46 വർഷമായിട്ട് ഞാൻ പെന്തക്കോസ്തുകാരനാണ്. ഞാൻ ഇന്നുവരെ മറിയത്തെ കുറിച്ചൊരു പ്രസംഗം പെന്തക്കോസ്തിലെ ഒരു പാസ്റ്റർ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. എത്രയോ കുഞ്ഞുങ്ങളുണ്ടാ ഇന്ന് വരെ പെന്തക്കോസ്തിൽ ഒരു പെൺകുഞ്ഞിനെ മറിയം എന്ന് പേരിട്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇനി ഏതെങ്കിലും ഒരു പെൺകൊച്ചിന് മറിയം എന്ന് പേരിട്ടാൽ അവനെ ആ സഭയിൽ നിന്ന് അവർ പുറത്താക്കുകയും ചെയ്യും. പിന്നീട് അദ്ദേഹത്തിന്റെ പഴയതിലെ പടക്കങ്ങളുടെ പേരിടാൻ താല്പര്യമാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പെന്തക്കോസ്തുകാർ യേശുവിന്റെ അമ്മയെ വിശുദ്ധയാക്കി എന്നാണ് അദ്ദേഹം പറഞ്ഞ ഒരു 6ാമത്തെ പോയിന്റ് ആയിട്ട് അദ്ദേഹം പറഞ്ഞത്. അതും ഇതിന്റെ കൂട്ടത്തിൽ വന്നു എങ്കിലും എന്തെങ്കിലും പറയാൻ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ടാർസന്റെ തെറ്റിദ്ധാരണയാണ്. ടാർസൻ എന്നെ വിളിക്കും. ടാർസൻ നമുക്ക് സംസാരിക്കാം. ടാർസൻ ഒളിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ടാർസൻ ഫോൺ ഓഫ് ചെയ്തിരിക്കും കേട്ടോ. വിളിച്ചാൽ എടുക്കത്തില്ല. ഞാൻ നമ്മുടെ ഗ്ലോറിയസ് ആരെ ഏൽപ്പിച്ചിട്ടുണ്ട് ടാർസനെ വിളിക്കാൻ. ടാർസനെ നിരന്തരം അവർ വിളിക്കുന്നുണ്ട്. പക്ഷേ ടാർസന്റെ ഫോൺ ഓഫ് ആണ്. അബ്സ്കൗണ്ടിങ് ആണ് ആള്. അണ്ടർഗ്രൗണ്ട് പോയിരിക്കുക. അദ്ദേഹം പറഞ്ഞ ക്രിസ്മസ് എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണെന്നാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം. ക്രിസ്തുമസ് എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസമാണ്. അതിന്റെ ആവശ്യമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ്. ഞാനതെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗം 2 പ്രാവശ്യം കേട്ടിട്ട് എഴുതി വെച്ചേക്കാണില്ല. ക്രിസ്മസ് ഒരു അന്ധവിശ്വാസമാണ്, അതിന്റെ ആവശ്യമുള്ളതല്ല, അത് ശരിയല്ലെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അപ്പൊ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഈ സുവിശേഷം എന്താണ്? സുവിശേഷം എന്നാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്ത യേശുവിനെ ഓർക്കുക. അതാണ് എന്റെ സുവിശേഷം. അങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ. അപ്പൊ ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ചു, മരിച്ചു, ഉയർത്തു. 3 കാര്യമാണ്. ജനിച്ചു എന്നുള്ളത് ക്രിസ്തുമസ്, മരിച്ചു എന്നുള്ളത് ദുഃഖവെള്ളിയാഴ്ച, ഉയർത്തു എന്നുള്ളത് ഈസ്റ്റർ. ഇത് 3 നമ്മൾ ഓർക്കുന്നുണ്ട്. 3 പബ്ലിക് ഹോളിഡേ ആണ്.
അപ്പൊ ഇതല്ലേ സുവിശേഷം എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് 3 പബ്ലിക് ഹോളിഡേ ആണ്. ജനിച്ചു, മരിച്ചു, ഉയർത്തു. അപ്പോ ജനിച്ചു എന്നുള്ളതിനകത്ത് പ്രസക്തി ഇല്ല. അപ്പൊ അത് നോസ്റ്റിസിസം ആയിട്ട് വരും. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജഡത്തിൽ ജനിച്ചു എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മർമ്മം. എന്താണ് വിശ്വാസത്തിന്റെ മർമ്മം? പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതുന്ന ലേഖനത്തിൽ പറയുന്നുണ്ട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു. അപ്പം വിശ്വാസത്തിന്റെ മർമ്മം, മിസ്റ്ററി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. അവൻ ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവൻ കള്ളനും എതിർ ക്രിസ്തുവാണെന്നാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്. അവൻ ജഡത്തിൽ വന്നു, അവൻ ഇൻകാർണേറ്റ് ചെയ്തു. എൻകാർണിയോ എന്നാണ് ഇൻകാർണേഷൻ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ഇൻകാർണേഷൻ ആണ്. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ. അപ്പൊ ക്രിസ്തുമസ് ആഘോഷിക്കാത്തവൻ ക്രിസ്ത്യാനി അല്ല, ഫെസ്റ്റിവൽ ഓഫ് ഇൻകാർണേഷൻ. അത് മണ്ണാങ്കട്ടയൊന്നും അല്ല. ഈ പാവം കഴിഞ്ഞ ദിവസം ടാസം പാസ്റ്റർ മണ്ണാങ്കട്ട വേറൊരു കരിയിലെ പാസ്റ്ററും കൂടി ഇരുന്നു, മണ്ണാങ്കട്ടൻ കരിയിലെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പൊ മണ്ണാങ്കട്ടൻ കരിയിലെ. അപ്പൊ നമ്മൾ പറയുന്നത് എന്നാന്ന് വെച്ചാൽ ക്രിസ്തുമസ് ഇല്ലാതെ ഒരു ക്രിസ്ത്യാനി ഇല്ല. കാരണം ഈ ക്രിസ്തു സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ ജഡാവതാരമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ദാറ്റ് ഈസ് എ മിസ്റ്ററി ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ മർമ്മമാണ്. അതുകൊണ്ട് ക്രിസ്തുമസ് ആണ് ക്രിസ്ത്യാനിറ്റിയുടെ ബിഗിനിങ്. അതുകൊണ്ട് ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ ആഘോഷം.